ഖുർആൻ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുണ്ട് ആ സംഘത്തിന്റെ നേതാവാണ് സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു തആല അൻഹു. സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ഇവരെല്ലാം ഹബീബിന്റെ കൂടെ ഹബീബിന്റെ വഹി രേഖപ്പെടുത്താൻ കൂടെ നിന്ന മുതഅല്ലിമീങ്ങൾ. കുറച്ചാളുകൾ അങ്ങനെയാണ് ഹബീബിന്റെ കൂടെ. അവിടെയുണ്ട് ഹദീസ് പഠിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന ആളുകൾ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഒരു സംഘം ആളുകൾ, ഹദീസിന്റെ പഠിതാക്കൾ, ഹദീസ് രേഖപ്പെടുത്തുന്നവർ. അവിടെയുണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അങ്ങാടിയിലേക്ക് ചെന്ന് കാണുന്നവരോടെല്ലാം പറയും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, സുഖം തന്നെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അള്ളാഹുവിനെ പറ്റി പറഞ്ഞു കൊടുക്കും. അങ്ങാടിയിൽ ചെന്ന് വാള് പറയും. അങ്ങനത്തെ ഒരു മഹാൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു. ഇബ്നു അബ്ബാസ് എന്നവർ വാള് പറയുമ്പോ ബഹുമാനപ്പെട്ടവർക്ക് വയസ്സ് 7, 8, 9. ഹബീബ് വഫാത്താകുമ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് 11 വയസ്സിൽ താഴെയായിരുന്നു പ്രായമെന്ന് പരിശുദ്ധ ഹദീസുകളിൽ കാണാൻ കഴിയും. ഹബീബ് വഫാത്താകുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം 11 വയസ്സായിട്ടില്ല. അതിനിടക്കാണ് അങ്ങാടിയിൽ ചെന്നിട്ട് സലാം പറഞ്ഞിട്ട് ആൾക്ക് വാള് പറഞ്ഞു കൊടുക്കുക. മഹാനായ CH ഹൈദറൂസ് മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദ. അതിനെ കണ്ടവരൊക്കെ നമ്മുടെ പഴമക്കാരായ ആളുകൾക്കൊക്കെ അറിയായിരിക്കും. കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൽ ഉസ്താദ് പുതുപ്പറമ്പിലേക്ക് ജീപ്പ് കയറാൻ വേണ്ടി അന്ന് നിൽക്കുന്ന സമയത്ത് ഒരു അനുഭവമുണ്ട്. മഗ്രിബ് നിസ്കാരം ബാങ്ക് കൊടുത്തപ്പോ ഉസ്താദ് പള്ളിയിലേക്ക് പോയി. പോകുമ്പോ കുറെ ജീപ്പ് ഡ്രൈവർമാരുണ്ട് അവിടെ. അവർ നിസ്കരിച്ചിട്ടില്ല. ഉസ്താദ് നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോഴും അവരവിടെ തന്നെ നിൽക്കുകയാണ്. അബ്ബേ, ഇതൊക്കെ നമ്മളെ കുട്ടികളല്ലേ, അവര് നിസ്കരിച്ചിട്ടില്ലല്ലോ പടച്ചോനെ. നിങ്ങളെ ജീപ്പിന്റെ ഡ്രൈവർമാരിലെ വലിയ മുതിർന്ന ആളാരാ? അവൻ പറഞ്ഞു, ചിങ്ങാലിനാളാ, നിങ്ങൾ വരിയെന്ന് പറയും. നിങ്ങൾ എല്ലാ ഡ്രൈവർമാരെ നമ്മളെ കുട്ടികളൊക്കെ വിളിക്കുകയെന്ന് പറഞ്ഞു. മുസ്ലിമീങ്ങളായ കുട്ടികളൊക്കെ വിളിക്കുക. എല്ലാ ഡ്രൈവർമാരും വന്നു. കുട്ടികളെ, മഗ്രിബിന്റെ നേരാണ്, മഗ്രിബ് ഫർളായ നിസ്കാരല്ലേ, മഗ്രിബ് നിസ്കരിച്ചാൽ ആ ജോലി നിങ്ങൾക്ക് അല്ലാഹു ബർക്കത്ത് തരും. അതിപ്പോ ഖളാവാനായില്ലേ, നിങ്ങൾ നിസ്കാരം ഓൺ ടൈം ചെയ്യണട്ടോ, നിസ്കാരം ഖളാക്കരുത് കേട്ടോ. കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൽ വെച്ച് ജീപ്പ് ഡ്രൈവർമാർക്ക് ക്ലാസ് എടുത്ത് കൊടുത്തു മഹാനായ CH ഉസ്താദ് അവർ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. നമ്മളും കാണുന്നുണ്ട്, എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അതവിടെ നടന്നോട്ടെ, ഞാനിപ്പോ ഒന്നും ഞാൻ ഗുണത്തിനും ദോഷത്തിനും ഇല്ല എന്നപ്പോ പറയല്. അങ്ങനെ പറയാൻ പാടില്ല എന്നാ. നമ്മൾ ഗുണത്തിന്റെ കൂടെ നിൽക്കണം, ദോഷത്തിനെതിരായി നിൽക്കണം. അതാണ് മുസ്ലിം. അമറ ബിൽ മഅറൂഫ് വനഹ അനിൽ മുൻകർ. തിന്മയെ വിരോധിക്കുകയും നന്മയെ പരിപോഷിപ്പിക്കുകയും ചെയ്യേണ്ടവർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അത്തരക്കാരിൽ ഹബീബിന്റെ കൂടെ, ഹബീബിന്റെ മദീനയിലൂടെ നടന്ന് സലാം ചൊല്ലി ഓരോരുത്തരോടും അള്ളാഹുവിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്ന മഹാനായ സ്വഹാബിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അവരിലുണ്ട് കച്ചവടക്കാർ. മദീനയിലേക്ക് കടന്നു വന്ന ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് കാണിച്ചു കൊടുത്ത 4 മാതൃകകളുണ്ട്. ഹബീബ് പറഞ്ഞ 4 വാക്യങ്ങളുമുണ്ട്. നിങ്ങൾ കേട്ടതായിരിക്കും. 4 വിഷയങ്ങൾ. ഒന്ന് നബി പറഞ്ഞത്, സലാം പ്രചരിപ്പിക്കണമേ, ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണമേ, കുടുംബ ബന്ധം പുലർത്തേണമേ, പാതിരാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കണമേ. ആദ്യം പറഞ്ഞ ഹദീസ് അതാണ്. മദീനയിലേക്ക് വന്ന ഉടനെ أفشوا السلام أطعموا الطعام صلوا الأرحام صلوا بالليل والناس نيام تدخلوا الجنة بسلام. رسول الله صلى الله عليه وسلم ഹദീസ് റിപ്പോർട്ട് ചെയ്തത് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. സലാം പ്രചരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, ദാറുസ്സലാം എന്ന സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പോകാം. ബിസലാം, നല്ല നിലക്ക് പോകാൻ പറ്റും. സലാം പ്രചരിപ്പിക്കുക, ഭക്ഷണം കൊടുക്കുക, കുടുംബ ബന്ധം പുലർത്തുക, പാതിരാത്രിയിലെങ്കിലും തഹജ്ജുദ് അള്ളാഹ്ക്ക് 2 റക്അത്തെങ്കിലും നിസ്കരിക്കുക. ഇത് കഴിഞ്ഞിട്ട് 4 കാര്യമാണ് ഹബീബായി തങ്ങൾ അവിടെ ചെയ്തത്. ഒന്ന്, ഖുബാ പള്ളി ഉണ്ടാക്കി. രണ്ടാമത്തേത്, മദീനയിൽ ശത്രുതയിലായിരുന്ന 2 കുടുംബങ്ങളെ ഒരുമിപ്പിച്ചു. ഔസ് ഖദറജ് ഗോത്രങ്ങളെ ഒരുമിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതായി ചെയ്തത്, മദീനയിലേക്ക് വന്ന ഓരോ പാവപ്പെട്ട മുഹാജിറിനെയും മദീനയിലെ ഒരു മുതലാളിയെ ഏൽപ്പിച്ചു. നിബിതങ്ങൾ പാവപ്പെട്ട മുതലാളിമാർ നോക്കണം. ഓരോരുത്തരെയും ഏൽപ്പിച്ചു നിബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തേത്, അലൈക്കും ബിസ്സൂഖ്, അങ്ങാടിയിലേക്ക് പോവണേ, മാർക്കറ്റിലേക്ക് പോവണം, നിങ്ങൾ കച്ചവടം ചെയ്യണം. ലാ തദഉഹാ ലിൽ യഹൂദ്, അത് ജൂതന്മാർക്ക് നിങ്ങൾ വിട്ടുകൊടുക്കരുത്, മുസ്ലിമീങ്ങൾ പോയി കച്ചവടം ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു 4 ദിർഹം കയ്യിൽ കൊണ്ടുവന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, 4 ദിർഹം കൊണ്ട് എന്ത് കച്ചവടം തുടങ്ങാൻ നബിയെ? വാടക കൊടുക്കാൻ പറ്റുമോ? ഒരു പീടിക കിട്ടുമോ? സാധനം വാങ്ങിക്കാനുണ്ടോ? 4 ദിർഹം കൊണ്ട് എന്ത് ചെയ്യാൻ?
നബി ഞങ്ങൾ പറയുന്നു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ആ കൈ നീട്ടിക്കാട്ടെ എന്ന് പറഞ്ഞു. കൈ നീട്ടിക്കൊടുത്തു. ആ കയ്യിൽ കൈവച്ചുകൊണ്ട് ഹബീബ് ദുആ ഇറക്കുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലിഅബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഫീ സഫറതി യദിഹി. അല്ലാഹുവേ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ചെയ്യുന്ന എല്ലാ കച്ചവടത്തിലും നീ ബർക്കത്ത് ചെയ്യണമേ. ആ ഒരു ദുആയാണ്. കച്ചവടം അങ്ങ് പൊടി പിടിച്ചു. അങ്ങനെ ചെറിയ കച്ചവടത്തിൽ നിന്ന് വലിയ ബിസിനസ്സുകാരായ ആളുകളൊക്കെ ഉണ്ടാവും. ഏതെങ്കിലുമൊക്കെ നല്ല ഒരു ഉസ്താദിന്റെ ഒരു സയ്യിദിന്റെ ഒരു ദുആയോ എന്തെങ്കിലുമൊക്കെ ഒരു തബറുക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതിന്റെ പിന്നിൽ അള്ളാഹു കൊടുക്കുന്ന ഫൈലും ഒക്കെ ഉണ്ടാവും. കച്ചവടം ചെയ്ത് ജീവിച്ച ആളുകൾ സഹാബികളിലുണ്ട്. എന്തിന്? ഞങ്ങൾ ജനങ്ങൾക്ക് ഭാരമാവരുത്, ഞങ്ങൾ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായി മാറരുത്, ഞങ്ങളുടെ ജീവിതമാർഗം ഞങ്ങൾ തന്നെ കണ്ടെത്താം. ഒരു വിഭാഗം അങ്ങനെ. ഇപ്പുറത്ത് വേറെയുണ്ട് സ്വഹാബിമാർ. അവരുടെ ചിന്ത ഇബാദത്തിന്റെ വിഷയമാണ്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹും അബൂദർദാ റളിയല്ലാഹു അൻഹും ഒരുമിച്ച് കാണുമ്പോൾ ചർച്ച ചെയ്യുന്നത് രാത്രി നിസ്കാരത്തെക്കുറിച്ചാണ്, കുടുംബ ബന്ധങ്ങളെക്കുറിച്ചാണ്. അങ്ങനെ പരസ്പരം നന്മ ഉപദേശിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന എന്തോ ഒരു മനോഹരമായ ഒരു നല്ലൊരു സമൂഹം ഹബീബിന് ചുറ്റും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബുദ്ധിജീവികളുണ്ട് അവിടെ, പണ്ഡിതന്മാരുണ്ട്, ഹാഫിളീങ്ങളുണ്ട്, ഹദീസ് പണ്ഡിതന്മാരുണ്ട്, കച്ചവടക്കാരുണ്ട്, ത്യാഗം ചെയ്യുന്ന ആളുകളുണ്ട്, ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്നവരുണ്ട്, ഇബാദത്തെ ശ്രദ്ധീകരിക്കുന്നവരുണ്ട്, നല്ല നല്ല യോഗ്യരായ ചെറുപ്പക്കാർ ചുറ്റുമുണ്ട്. ആ ഒരു സമൂഹത്തെയും കൊണ്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്യാഗം ചെയ്ത ദീനിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഓരോരുത്തരുടെയും കഴിവുകൾ വ്യത്യസ്തമാണ്. അതുപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ കഴിവ് ഉപയോഗിച്ച് ഞാൻ എന്തെങ്കിലും അള്ളാഹുവിന് ചെയ്യട്ടെ. ഇങ്ങനെ ഓരോരുത്തരും ചിന്തിച്ചാൽ എന്തൊരു മനോഹരായിരിക്കും നമ്മുടെ ഉമ്മത്ത്. മാഷാ അല്ലാഹ്. എങ്ങനെയാണ് നമുക്ക് ഇത്തരം സൽഗുണങ്ങൾ നമ്മിലേക്ക് ആവാഹിച്ചെടുക്കാൻ പറ്റുക എന്നതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന ഭാഗം. അതുകൊണ്ട് നമ്മളൊന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് ഇരിക്കുന്ന ഒരു സ്റ്റേജുമുള്ളവരൊന്നും എഴുന്നേൽക്കണ്ട. അല്ലാത്തവർ, എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവർ എന്ത് ചെയ്യാ? ഒന്ന് എഴുന്നേറ്റ് കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞ് കയ്യൊക്കെ ഒന്ന് കുലുക്കി ഒന്ന് റാഹത്തായിട്ട് ക്ഷീണം ചടപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി, ഉറക്കച്ചടവൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ. ഒന്ന് സ്വലാത്ത് ചൊല്ലില്ലേ റാഹത്തില്? റെഡിയല്ലേ? സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.